ഹലോ, വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചി ടു ദുബായിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് എല്ലാവരുടെ അടുത്തും ബായ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് കാരണം നമ്മൾ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഫസ്റ്റത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൽ ഒന്നാണ് ഇത്, അതായത് വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഇത് നമ്മൾക്ക് കാണാം. അപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പലവർക്കും പല ഇമോഷൻസാണുള്ളത്. അതായത് ഇവിടെ എന്ന് പറയണത് പ്രവാസി ജീവിതത്തിലോട്ട് പോകുവാൻ നിൽക്കുന്ന ഓരോരുത്തർക്കും വിഷമമായിരിക്കും. പിന്നെ അതായത് പ്രവാസത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ട്രാവൽ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ അങ്ങനെ പല പല ഫീലിങ്സ് ആണല്ലോ. അപ്പോൾ എയർപോർട്ട് എന്ന് പറയണത് എപ്പോഴും പല ഇമോഷൻസ് കൊണ്ട് കൂടി പൊതിഞ്ഞ ഒരു സംഭവമാണ് എയർപോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നേരെ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ടൈം ആയിട്ടുണ്ട്, അപ്പോൾ ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ ഇങ്ങനെ നമ്മൾക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദുബായിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കൊച്ചി ടു ദുബായ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ജെർക്കിങ്ങൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വിഷ്ണുവിൻ്റെ കൈയൊക്കെ ഞാൻ കയറി പിടിക്കും. ഒരു പേടിയെ നമ്മളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോയ ടൈമിൽ വെതർ ഇത്തിരി പ്രോബ്ലം ആയിരുന്നു. അതായത് ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ സമയത്തുകൊണ്ട് ആ സൈഡും നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോയി എങ്ങനെ ഇരിക്കണം, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ടോയ്ലറ്റിലൊന്നും ഫ്ലൈറ്റിലൊന്നും. അപ്പോൾ ജസ്റ്റ് എങ്ങനെ ഇരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി നോക്കിയതാ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുഞ്ഞൊരു റൂമിൽ നമുക്ക് ആവശ്യമുള്ള വാഷ്റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരുന്നു. അങ്ങനെ ചെറിയൊരു മയക്കം കഴിയുമ്പോൾ നമ്മൾ താഴേട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ആ ലൈറ്റ്സൊക്കെ കൂടി വരുന്ന കാണാം. അപ്പം നമ്മൾക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ദുബായ് എത്തിയെന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ ദുബായിയുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. മീൻസ് ഫുൾ ലൈറ്റ്സ് ആയിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ താഴോട്ട് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുറത്തേക്ക് പോകാം. ഇനി നമ്മൾക്ക് ബാഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രോ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഒരു മെട്രോ വന്നു കഴിഞ്ഞിട്ട് 4 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു, 4 or 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ട്രെയിൻ വരും. ഇതിൽ 3 മിനിറ്റ്സ് എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഓരോ മിനിറ്റ്സ് കാണിക്കും കേട്ടോ. ഞാൻ 4 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴാണ് അതിലിങ്ങനെ 4, 3, 2, 1 അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഇനി നമ്മൾക്ക് മെട്രോ വഴി നമ്മൾക്ക് ഇനി നമ്മളുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് മെട്രോന് അപ്പുറത്ത് മെട്രോ വരുന്നതൊക്കെ നമ്മൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾക്ക് ആ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി നമ്മൾ അടുത്തത് ഇനി നമ്മൾ വീണ്ടും നടന്നു പോകണം. അപ്പോൾ നമ്മൾ ബാഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രോളിയൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ബാഗുകളൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബിസി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചേട്ടനെ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.